ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ജീവിത പ്രശ്നങ്ങൾ മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്ത് പരിഹരിക്കുന്ന ഒരാൾ പട്ടണത്തിൽ ജീവിച്ചിരുന്നു. മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ മാത്രമല്ല, കൃഷിക്കാര്യങ്ങളിലും അദ്ദേഹം തൽപരനായിരുന്നു. ഒരിക്കൽ ആ പട്ടണത്തിലെ ദേവാലയത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അവ പരിഹരിക്കുന്നതിന് പള്ളിപ്രമാണി ഈ യുവാവിന് കത്തെഴുതി. അന്നുതന്നെ ആ കത്തിന് അദ്ദേഹം മറുപടി അയക്കുകയും ചെയ്തു. അതേസമയം തന്നെ തൻ്റെ കൃഷിത്തോട്ടത്തിലെ മാനേജർക്കും ഒരു കത്തെഴുതി. പക്ഷേ ഈ രണ്ട് കത്തുകളുടെയും മേൽവിലാസം എഴുതിയ കവറുകൾ പരസ്പരം മാറിപ്പോയതിനാൽ തോട്ടക്കാരനുള്ള കത്ത് പള്ളിപ്രമാണിക്കും, പള്ളിപ്രമാണിക്കുള്ളത് തോട്ടക്കാരനും കിട്ടി. തൻ്റെ പേർക്കെഴുതിയ കത്താണെന്നുള്ള ധാരണയിലാണ് പള്ളിപ്രമാണി അത് വായിച്ചത്. അതിൽ 3 നിർദ്ദേശങ്ങൾ അടങ്ങിയിരുന്നു. കളകൾ പറിച്ച് തോട്ടം വൃത്തിയാക്കുക, വേലി കെട്ടുക, ആ കറുത്ത മുതുകാള തോട്ടത്തിൽ കയറാതെ സൂക്ഷിക്കുക. പള്ളിയിലെ പ്രശ്നങ്ങൾക്കുള്ള മറുപടിയായി ഈ നിർദ്ദേശങ്ങൾ പള്ളിപ്രമാണി സ്വീകരിച്ചു. വിദ്വേഷം, പ്രതിപക്ഷ സ്നേഹമില്ലായ്മ, ഛിദ്രവാസന തുടങ്ങിയ എത്രയെത്ര കളകളാണ് നമ്മുടെ ഉള്ളിൽ വളരുന്നത്. അവ വേരോടെ പിഴുത് തോട്ടം വൃത്തിയാക്കണം. നമ്മുടെ മനസ്സാകുന്ന തോട്ടത്തിന് ചുറ്റും വേലി കെട്ടി ഭദ്രമാക്കേണ്ടതും തോട്ടത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ആ കറുത്ത കാള നമ്മെ വഴിതെറ്റിക്കുന്ന ശത്രുവാണ്. അതിനെ നാം സൂക്ഷിക്കണം. നമ്മുടെ ജീവിത സത്യത്തിൻ്റെ 3 വശങ്ങളാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ. പൗലോസ്ലീഹായുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. എല്ലാവരോടും സമാധാനമായിരിക്കുന്നതിനും വിശുദ്ധ ജീവിതം നയിക്കുന്നതിനും തീവ്രയത്നം ചെയ്യുക. ഇവ കൂടാതെ ആരും സർവേശ്വരനെ ദർശിക്കുകയില്ല. ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കേണ്ടതിന് ശ്രദ്ധിച്ചുകൊള്ളുക. നിങ്ങളുടെ ഇടയിൽ വിദ്വേഷം വേരൂന്നി വളരാൻ അനുവദിക്കരുത്. അത് നമ്മെ നശിപ്പിക്കും. നമ്മുടെ ആത്മീയ ജീവിതത്തെ താറുമാറാക്കുന്നതും നശിപ്പിക്കുന്നതും നമ്മിൽ തന്നെ വേരൂന്നി വളരുന്ന കാടും പടലവുമാണ്. അവയെ യഥാസമയം പിഴുതുകളഞ്ഞ് ജീവിതമാകുന്ന തോട്ടം വെടിപ്പായി സൂക്ഷിക്കാം. 1 പത്രോസ് 5:5. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.